മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും പുള്ളികളുള്ള നീല ജാക്കറ്റും നീളെ കുഞ്ഞു തൊങ്ങലു തുന്നിച്ചേർത്ത നീളെ കുഞ്ഞു തൊങ്ങലു തുന്നിച്ചേർത്ത പാവാട ചുറ്റും കൈകളിൽ പൊട്ടി 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 ചിരിക്കും വളകളും കഥ എഴുതുവാണോ? അതെ ബാങ്കിലെ വല്ല ബാങ്കിലെ ഒന്നുമല്ല, ഇത് നിങ്ങൾക്ക് വേണ്ട ഉള്ളതല്ല. ആ കഥാപ്രസംഗം ആയിരിക്കും. പിന്നല്ലാണ്ട് സ്വന്തം കഥയാണോ അച്ഛ എഴുതുന്നേ? സ്വന്തം കഥയാണോ? സ്വന്തം കഥയായിരിക്കുമല്ലേ? ആണോ കേട്ടാ? നിങ്ങൾക്ക് കളിയാക്കാനല്ലേ സ്വന്തം കഥ എന്റെ നാട്ടിൽ ഞാൻ പറയണോ? അത് നാട്ടിൽ പറയാതിരിക്കാൻ നല്ലത്. ഇപ്പൊ നാട്ടിൽ അടിയിട്ടിയല്ലോ. നാട്ടിൽ സ്വന്തം കഥ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെയും തന്നെ കിട്ടിക്കോളൂ. രവിയേട്ടാ, നിങ്ങൾ മാക്സിമം ഇവിടെ തന്നെ നാണക്കേടുണ്ടാക്കി തരുന്നുണ്ടല്ലോ ആ വണ്ടി കൊണ്ട്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്. ഇനി ഇതും കൂടെ വേണോ അടുത്ത മാണക്കേട്? അല്ല മണി, എന്റെ പ്രവൃത്തി കൊണ്ട് നിനക്ക് എന്തോ നാണക്കേടുണ്ടായി? പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. നിന്റെ അടുത്തൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല മണി. ഞാൻ ഒരു കാര്യം പറയാം. ഒന്നാമത് എനിക്ക് നേരമില്ല. 2-3 ദിവസം കൊണ്ട് എനിക്ക് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് റെഡിയാക്കൊള്ളാണ്. അതിനിടയ്ക്ക് ഓരോന്ന് പറഞ്ഞോണ്ട് വരുന്നു. അച്ഛാ, പിന്മാറാൻ നമുക്ക് ഇപ്പോഴും സമയമുണ്ട്. ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പോരെ. പിന്മാറാനാ? അച്ഛാ അച്ഛ ഒന്ന് സമാധാനപ്പെട് കേട്ടോ. അതെ, ആദ്യം നമ്മളെ സ്വയം തിരിച്ചറിയണം. ഞാൻ അച്ഛനിൽ നിന്ന് ഇത് തീരെ പ്രതീക്ഷിച്ചില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിത്തനാവും. ഈ കഴിവെന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായിട്ടുള്ള സംഭവം. അച്ഛൻ ഈ ജന്മസിദ്ധമായ കഴിവുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നു. അച്ഛൻ ഈ ബാങ്കിൽ പോയിരുന്ന് പേപ്പറും പേനയും എടുത്ത് വല്ല എഴുതാ, ലാപ്ടോപ്പ് ഇട്ട് കുത്താ, അതൊക്കെ അച്ഛന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഈ ക്ലബിലെ വാർഷികത്തിന് പ്രോഗ്രാം നടത്തുന്ന ക്ലബിനകത്തും ആ മുറ്റത്തുമാണ്. ഇത്തവണ എന്റെ കഥാപ്രസംഗം ഉള്ളതുകൊണ്ട് അമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അതെന്താണെന്നറിയോ? അമ്പലത്തിന്റെ ഓഡിറ്റോറിയം ആകുമ്പോ കുറച്ച് ആൾക്കാരെ കയറുള്ളൂ. അപ്പൊ ഇച്ചിരി അടിയെ കിട്ടും. ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞ അവസാനം പറഞ്ഞത് കേൾക്കാതെ പറഞ്ഞു പണി കിട്ടും കേട്ടോ രവിയേട്ടാ. നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെയാണ് കരുതിയിരിക്കുന്നത്? മക്കളെ, നീ പറഞ്ഞില്ലേ അച്ഛന് കൊച്ചുനാളിൽ കഴിവുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാന്ന്. നിനക്ക് അറിഞ്ഞൂടാ? ഉപന്യാസ രചന, കഥകളി പദം, നാടകം, കഥാപ്രസംഗം, ഇതിനൊക്കെ ഉപജില്ലയിലും ജില്ലയിലും ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുള്ളവനാണ് ഈ രവീന്ദ്രൻ. അറിയോ? പ്രൊഫഷണൽ നാടകത്തിനാ? പ്രൊഫഷണൽ നാടകത്തിലല്ല, LP സ്കൂളിലെ കുട്ടികൾക്ക് ഞാൻ നാടകമൊക്കെ എഴുതി കൊടുത്തു. കുറെ നേരമായിട്ട് രണ്ടും കൂടെ എല്ലാരും കൂടെ ഇരുന്ന് കളിയാക്കണം. നീയും കൂടിക്കോ ഇവരോടെ? ഞാൻ പോണു. നീ ഇപ്പൊ കളിയാക്കില്ലേ KMK എന്ന്? എന്നെ നാട്ടുകാരൊരു പേര് വിളിക്കുമായിരുന്നു. ഞാൻ കഥ പറഞ്ഞതിന് ശേഷം ജൂനിയർ സാംബശിവൻ എന്നാണ് അവരെന്നെ വിളിച്ചോണ്ടിരുന്നത്. അറിയുമോ? ജൂനിയർ സാംബശിവൻ. ഇത്ര വലിയ മഹാനായിട്ടുള്ള കലാകാരനായിട്ടൊന്നും അറിയോ? അങ്ങേരെ ജൂനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കട്ടെ. വാ, ഞാനും രവിയേട്ട ആരെപ്പോലെയാണെന്ന് പറഞ്ഞത് ജൂനിയർ സാംബശിവനാ. അല്ല അച്ഛാ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. മലയാള അക്ഷരങ്ങളൊക്കെ മറന്നായിരുന്നു. എന്തുവാ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? എന്തു വെച്ചത്? എനിക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഞാൻ എഴുതിയത്. എന്താണ് ഈ കഥയുടെ ഇതിവൃത്തം? കഥ എഴുതിയാലല്ലേ നമുക്ക് അത് കഥാപ്രസംഗം ആക്കാൻ പറ്റുള്ളൂ. കഥയാ? നല്ല വിവരം. ചേച്ചി, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞൂടാത്ത കാര്യത്തിൽ കയറി അഭിപ്രായം പറയാൻ പോകും. നല്ല അറിവുള്ള കുട്ടിയാണല്ലോ നീ. ഒരു ശല്യം തന്നെ, ഒരു സ്വസ്ഥത ഇല്ല. ഞാൻ പോണു. പോകരുത്. നിനക്ക് പഠിക്കാവുന്നില്ലേ? ഇല്ല. മണി, നീ അടുക്കളയിൽ പോ. ഞാൻ ഇപ്പൊ പോണെന്ന് തീരുമാനിക്കാം. പോവാണ്. പക്ഷെ അങ്ങനെ പോവല്ലേ തോന്നിയത്. ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. എന്നിട്ട് ഞായറാഴ്ച ആ പരിപാടിയും കൂടെ കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു. ഒന്നുമില്ല.
ഞാൻ പോണി പിണങ്ങി പോവാണ് കഥക പോയി. നിങ്ങളൊക്കെ വലിയ കലാകാരല്ലേ, എല്ലാം തികഞ്ഞവര്. നമ്മളെവിടെ പാവം പൊയ്ക്കോട്ട്. അഥവാ എന്തെങ്കിലും ഒരു കല കാണിക്കാന്ന് വിചാരിച്ച ഉടനെ ഫ്യൂഡൽ ചിന്താഗതി. അയ്യോ അച്ഛാ, എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയരുത്. ഞാനൊരു സോഷ്യലിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാനോ? നീ മെന്റലിസ്റ്റ്. ഓടി. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം വിടും. അച്ഛൻ ഇത്രയും പറഞ്ഞാണല്ലോ, അച്ഛൻ ജൂനിയർ സാംബശിവനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞല്ലോ. അച്ഛൻ ഒരു കാര്യം ചെയ്യും, സാംബശിവൻ സാറിന്റെ ഒരു കഥാപ്രസംഗം ഇവിടെ അവതരിപ്പിച്ചു. അത് കൊള്ളാം 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 കൊള്ളാം. ഇതൊന്ന് വെല്ലുവിളിയാ. അങ്ങനെയെങ്കിൽ അങ്ങനെ കൂട്ടിക്കോ, വെല്ലുവിളിയേക്ക്. ചെയ്യണില്ലേ? എന്ത് അല്ല, ഒരു പ്രാക്ടീസും ആവും. അതെ, ഒരു കൈ നോക്കാം വേണമെങ്കിൽ. അച്ഛാ, അപ്പൊ രണ്ട് കൈ നോക്കാൻ. സാംബശിവ സാറിന്റെ സൗണ്ടിൽ പറയണോ? നിങ്ങൾ നിങ്ങളുടെ സൗണ്ടിൽ പറഞ്ഞാൽ തന്നെ കൊളാവാൻ പോണ്, പിന്നെയാണ് സാംബശിവൻ സാറിന്റെ സൗണ്ടിൽ. ഓടി, പണ്ട് ഞാൻ സാംബശിവൻ സാറിന്റെ സൗണ്ടിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ടച്ച് വിട്ടിരിക്കുന്നത് വയസ്സായി, അതിന്റെ ഒരു കുറവുണ്ട്. അയ്യോ വീരവാദം മതി, തുടങ്ങ്. എന്നാലും ഞാൻ നോക്കാം. ഇവിടെ ഇരുന്നോ. എവിടെ ഇരിക്കണേ? നീ ഇവിടെ ഇരുന്നോ, നീ ഇവിടെ ഇരുന്നോ. കേക്കട്ടെ. സംഭൂജ്യരായ നാട്ടുകാരെ, കലാസ്നേഹികളെ, കഥാപ്രസംഗ വേദിയിലൂടെ പ്രൊഫസർ സാംബശിവൻ സാർ മലയാളികളുടെ മനം കവർന്ന വയലാറിന്റെ ആയിഷ. അതുകൊണ്ട് സിമ്പിളുണ്ട്, ഇതില് തബലയും ഹാർമോണിയം ഒന്നും ഇല്ലാത്തോണ്ട് അതിന്റെ പോരായ്മയൊക്കെ ഉണ്ട്. അത് റിഹേഴ്സൽ നടത്തി ഞാൻ ചെയ്തോളാം. മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും അവളുടെ വേഷം ഐഷയുടെ, നീല കുഞ്ഞു തൊങ്ങല് തുന്നിച്ചേർത്ത പാവാട ചുറ്റും. ഇടയ്ക്കിടയ്ക്ക് അടിക്കണ്ട, പാട്ട് നിൽക്കും പഠിച്ച. കൈകളിൽ പൊട്ടി പൊട്ടിച്ചിരിക്കും വളകളും കൈതപ്പൂ തിരികിയ നീളൻ ചുരുളൻ മുടിക്കെട്ടും പുഞ്ചിരി അടരാത്ത മുഖവും തേനൂർന്ന കൊഞ്ചലും മറക്കുമോ നിങ്ങളെന്നൈഷയെ. കളിയാക്കിയതാണ് മനസ്സിലായി. വർഷങ്ങൾക്ക് മുമ്പ് കഥാപ്രസംഗ വേദിയിൽ നിന്ന് സാംബശിവൻ സാറും ചോദിച്ചിട്ടുണ്ട്, അതിനു മുമ്പ് വയലാറും ചോദിച്ചിട്ടുണ്ട്, മറക്കുമോ നിങ്ങളെന്നൈഷയെ. കേരളീയ സഹൃദയൻ, കലാഹൃദയനായ കേരളീയ സഹൃദയൻ പറഞ്ഞു, മറക്കില്ല ഞങ്ങൾ ഈ ഐഷയെ, മറന്നില്ല ഞങ്ങൾ ഈ ഐഷയെ. ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഒരാളെ കൂടെ പരിചയപ്പെടേണ്ടതുണ്ട്. ഐഷയുടെ ബാപ്പ അത്രമാൻ അടിയടിയുടെ മോളെ പറഞ്ഞല്ലോ, മഞ്ഞ തുമ്പിയെ പോലെ പാറി നടക്കുന്ന പെൺകുട്ടിയാണ് ഐഷ. അച്ഛനും അല്ല ബാപ്പയും അതുപോലെ തന്നെ ആയിരിക്കും. ആളുടെ പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ആളുടെ മനസ്സിലാകും. അത്രമാൻ ഇറച്ചി വെട്ടുകാരനാണ്. ദാ വരുന്നു, വക്കത്തു നിണമാർന്നുരുളും മാംസങ്ങൾ, ചോരയൊക്കെ വറ്റി വരണ്ട് കവളൊക്കെ ഇങ്ങനെ ഒട്ടി, വളർന്ന വെള്ളിക്കൊമ്പൻ മീശകൾ കവളിന്മേൽ വകഞ്ഞിട്ട് അതിലൊക്കെ മുറുക്കാൻ പതയുമായി. മീശ നിറച്ച് മുറുക്കാൻ പതയായി. എന്റെ ശ്രദ്ധ തെറ്റിക്കരുത്, ഞാൻ വളരെ ടച്ചില്ലാതെ നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. മീശ നിറച്ച് മുറുക്കാൻ പതയാണ്. മുഖത്ത് വസൂരിക്കുത്ത് ഉഗ്രമാം വൈരുപ്യത്തിൻ മുഴുപ്പത്തിയതാണ് മാംസ വിൽപ്പനക്കാരൻ. പറഞ്ഞല്ലോ ഇറച്ചി കച്ചവടക്കാരൻ. നമുക്ക് ഇദ്ദേഹത്തിന്റെ കടയൊന്ന് നോക്കാം. കടയെന്ന് പറയാനായിട്ടൊന്നുമില്ല, രണ്ട് കഴുക്കോലി ഇങ്ങനെ കുത്തിച്ചാരി നിർത്തി ഒരു ചായ്പ് വെച്ച ഒരു ചാപ്ര, അതിന്റെ അറ്റത്ത് ഒരു ആട്ടിൻ ഒരു പുളിമുട്ടം ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ പുളിമുട്ടത്തിന്റെ പുറത്ത് ആട്ടിൻ തല ഇരിപ്പുണ്ട്. ചോദിക്കാം, എന്താണ് ആട്ടിൻ തല, നിനക്ക് ഇങ്ങനെ ഒരു വിഷമം? അപ്പൊ ആട്ടിന്റെ തല പറയും, എന്റെ കരൾ ഇതാ വെട്ടി വിൽക്കുന്നു, എന്റെ ചങ്കിതാ വെട്ടി വിൽക്കുന്നു. ശരിയാണ്, ആട്ടിൻ തലയെ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം വക്കത്തു നിണമാർന്നുരുളും മാംസങ്ങൾ കണ്ടിച്ചതൊക്കെയും കടയുടെ മുഖത്ത് കെട്ടിത്തൂക്കി, വെട്ടുകത്തിയുമായി കണ്ണുകൾ ചുവപ്പിച്ച ചട്ടുകാലനാം വൃദ്ധൻ ഇരിക്കുന്നു നഗരത്തിൽ. ചട്ടുകാലനാണ്, ദേശം ഒരു മോഡലുണ്ട്. നോക്കാം. അത്രമാ വീട്ടിൽ വരുമ്പോൾ ആ 10-12 വയസ്സ് പ്രായം മാത്രമുള്ള നമ്മുടെ നായിക ആയിഷ ചെയ്ത എല്ലാം കുറ്റമാണ്. വെള്ളം കോരിയാ കുറ്റം, വെള്ളം കോരിയില്ലെങ്കിൽ കുറ്റം, മുറ്റമടിച്ചാ കുറ്റം, മുറ്റം അടിച്ചില്ലെങ്കിൽ കുറ്റം. 100 കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി ആ പെൺകുഞ്ഞിന്റെ ഹൃദയം നോവിപ്പിക്കും. ഇത് കേൾക്കുമ്പോ നമ്മുടെ ആയിഷയ്ക്ക് സങ്കടം വരും. പിന്നെ അത് വിതുമ്പും, പിന്നെ അത് പൊട്ടിക്കരച്ചിലാവുമ്പോഴത്തേക്ക് അത്രമാൻ പറയും, പെണ്ണെ മിണ്ടരുത്, നീ മിണ്ടിയാൽ കത്തി കൊണ്ടരിഞ്ഞ് ഞാൻ കടയിൽ കെട്ടിത്തൂക്കും. വളരെ ലഘുവായ ശിക്ഷയാണ്, സ്വന്തം മോളെ കത്തി കൊണ്ടരിഞ്ഞ് കടയിൽ കെട്ടിത്തൂക്കും. ഇതാണ് അച്ഛൻ, അല്ല ബാപ്പ. ഈ ബാപ്പയും മോളുടെയും കഥ ഇങ്ങനെ പോവുകയാണ്. അടുത്ത ദിവസം ഈ ആയിഷ
പാലും കൊണ്ട് വന്നില്ല. പകരം വന്നതോ അത്രമാൻ. ഞാൻ ചോദിച്ചു, അത്രമാനെ ആയിഷ എന്തിയെ? നമ്മുടെ തലേവിധി തകർക്കാൻ പറ്റുമോ? ആയിഷയുടെ നിക്കാതെ ഇന്നലെ കഴിഞ്ഞു. 60 വയസ്സ് പ്രായമുള്ള ഒരു പടുവൃദ്ധൻ അയാൾ ആയിഷ കുട്ടിയെ വലിച്ചഴിച്ചുകൊണ്ട് അതാ കൊണ്ടുപോകുന്നു. അവനെ കിളി എത്ര ചിറകിട്ടടിച്ചാലും ആ ഇരുമ്പഴികളെ തകർക്കാൻ കഴിയുമോ? ഇങ്ങനെ ഞാൻ പറയും, പ്രാക്ടീസ് ഇല്ല, അതാണ് ഒരു പ്രശ്നം. ഞാൻ 2 ദിവസം റിഹേഴ്സൽ എടുക്കും. സപ്പോർട്ട് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. പിന്നെ ഞങ്ങള് ഫ്രണ്ട് സീറ്റിൽ തന്നെ വന്നിരുന്ന് കാണും. അടിപൊളി. ഇതാണ് പറഞ്ഞ എന്നെ ജൂനിയർ സാമ്പശി ഒന്നാണ് വിളിച്ചോണ്ടിരുന്നത് പണ്ട്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.